സ്റ്റുഡൻസ് വീഡിയോ ടീം പഠിക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരെ സ്കാം ചെയ്യാൻ AI ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇക്കാലത്ത് വീഡിയോ ടീം കുറച്ച് ഫാസ്റ്റ് ആക്കാൻ പറ്റും. ഇക്കാലത്ത് നിങ്ങൾ AI ഉപയോഗിച്ചില്ലെങ്കിൽ യു ആർ എ സ്റ്റുപ്പിഡ് എഡിറ്റർ. വീഡിയോ എഡിറ്റിംഗ് സ്കിൽ ലൈക്ക് വർക്ക് ഫ്രം anywhere and anytime you want and create money doing it. First, starting out it could be overwhelming. What software do I use? What materials you watch? Hey guys, today I am going to share you how I learned video editing. I was starting from zero. This step-by-step plan will be help you. First step is ആദ്യം സോഫ്റ്റ്വെയർ പിക്ക് ചെയ്യുക, അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഞാനങ്ങനെ പറയാനുള്ള കാരണം പലവരെയും ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. എന്തിനാ ഒരു സോഫ്റ്റ്വെയർ പിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സോഫ്റ്റ്വെയറിലേക്ക് അവർ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. ഒരു എഡിറ്റിംഗ് പഠിക്കാനായിട്ട് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തു, പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർ മാറ്റിക്കൊണ്ടിരിക്കും. ഒരിക്കലും നിങ്ങൾ വീഡിയോ പഠിക്കുന്നു, നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്നതിന് സ്റ്റിക്ക് ഓൺ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്വെയർ അതിന് ബേസിക്സ് പഠിച്ചു വെക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡോബ് പ്രീമിയർ പ്രോ അതുപോലെ DaVinci. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഏതാണ് ഒരുപാട് സിമ്പിളായിട്ട് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ സോഫ്റ്റ്വെയർ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യും. എൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ അഡോബ് പ്രീമിയർ പ്രോ അതുപോലെ DaVinci രണ്ടിനും ബേസിക്കും പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ മാസ്റ്റർ ചെയ്തത് അഡോബ് പ്രീമിയർ പ്രോ ആണ്. കാരണം എനിക്ക് ഒരുപാട് ആപ്റ്റായിട്ട് തോന്നുന്നു, എനിക്ക് ഒരുപാട് സാറ്റിസ്ഫൈഡ് തോന്നുന്നു, എനിക്ക് ഒരുപാട് ഈസി ആയിട്ട് തോന്നുന്നു അഡോബ് പ്രീമിയർ പ്രോ എന്ന സോഫ്റ്റ്വെയറാണ്. DaVinci അതിൻ്റെ നോഡുകൾ അതിൻ്റെ കുറച്ച് ചെറിയ സെറ്റിങ്സുകളുണ്ടല്ലോ അതെനിക്ക് വളരെ ആപ്റ്റായിട്ട് തോന്നിയില്ല. അതോടെയാണ് ഞാൻ അഡോബ് പ്രീമിയർ പ്രോ. പലർക്കും പലതും ഡിഫറൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് ആവുന്നത്, നിങ്ങൾക്ക് ഏതാണ് ഒരുപാട് ഫാസ്റ്റായിട്ട് ലേൺ ചെയ്യാൻ പറ്റുന്നത് ആ സോഫ്റ്റ്വെയർ നിങ്ങൾ പിക്ക് ചെയ്യും, സ്റ്റിക്ക് ഓൺ ചെയ്യും. സ്റ്റെപ്പ് 2 ഈസ് ലേൺ ദ ബേസിക്സ്. ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്ത സോഫ്റ്റ്വെയർ, അതിൻ്റെ ബേസിക്സ് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. അതിൽ തന്നെ നിങ്ങൾ സോഫ്റ്റ്വെയർ പിക്ക് ചെയ്തതിനു ശേഷം അതൊരിക്കലും മാസ്റ്റർ ചെയ്യലല്ല, ആദ്യം അതിൻ്റെ ബേസിക്സ് നിങ്ങൾ പഠിച്ചു. കാരണം ഇപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളൊരു ഓർഡർ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതിൻ്റെ ബേസിക്സ് ആണ് പഠിച്ചു വെക്കുക. അതിൻ്റെ ബേസിക്സ് വീഡിയോസ് DaVinci പ്രീമിയർ പ്രോ അങ്ങനത്തെ സോഫ്റ്റ്വെയറിൻ്റെ ബേസിക്സ് വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. Step 3 is practicing daily, at least 3 or 4 hours. I would practicing every day by editing and give you confidence that for the video editing skill. The fourth step is watch and copy. I would watch other creators, edit and that copy to their style. ഞാൻ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് കാണും, അതായത് എഡിറ്റിങ്ങിൽ, അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിങ്ങിൽ, അതുപോലെ തന്നെ പ്രാക്ടീസിങ്ങിൽ, ഇംഗ്ലീഷിൽ, കമ്മ്യൂണിക്കേഷനിൽ, ഇങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. എങ്ങനെയാണ് സ്റ്റോറി ടെല്ലിങ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വീഡിയോ മേക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫിലിം മേക്ക് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റി കൂട്ടുന്നത്, എങ്ങനെയാണ് നമുക്ക് സൗണ്ട് ക്ലാരിറ്റി കൂട്ടുക, അങ്ങനെ ഒരുപാട് ക്ലാരിറ്റി നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്ന ഒരുപാട് ടിപ്സ് ഉണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്ന ആളെ പറയുകയാണെങ്കിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് മാൻ ദാറ്റ് ഈസ് തരുൺ സ്പിക്സ്, ദ ഗോഡ് ഓഫ് എഡിറ്റിംഗ്. ചില ആളുകൾ തരുൺ സ്പിക്സ് അറിയാം, അറിയാത്തവരൊക്കെയാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ഞാൻ വേണ്ട ഡിസ്ക്രിപ്ഷനിൽ യൂട്യൂബ് ചാനൽ മെൻഷൻ ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 5 ഈസ് അപ്ഗ്രേഡ് യുവർ ലേണിംഗ് സ്റ്റൈൽ. പുതിയ അനിമേഷൻസ്, പുതിയ മോഷൻ ഗ്രാഫിക്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുക, സ്റ്റോറി ടെൽ ചെയ്യുക, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആണ്, അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. അങ്ങനെ നിങ്ങൾ ഡെയിലി ഗെയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള റിസോഴ്സസ് അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. അതായത് വീഡിയോ എഡിറ്റിംഗ് എന്ന ലേൺ ബേസിക്സ്, ഓരോ സോഫ്റ്റ്വെയറിൻ്റെ ബേസിക്സ്, പിന്നെ മോഷൻ ഗ്രാഫിക്സ്, യൂട്യൂബേഴ്സ്, പിന്നെ ഞാൻ പറഞ്ഞ ട്രിക്സ് അതൊക്കെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈസ് ചേഞ്ച് ദ വീഡിയോ എഡിറ്റേഴ്സ് മൈൻഡ് സെറ്റ്. മിക്ക എഡിറ്റേഴ്സും ചെയ്യുന്ന എഡിറ്റിംഗിലായിരിക്കും നിങ്ങൾ എന്തൊക്കെയാണ് ആ മൈൻഡ് സെറ്റ് എനിക്ക് ക്ലിയർ ചെയ്യാം. സ്റ്റുഡൻസ് വീഡിയോ ടീം പഠിക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരെ സ്കാം ചെയ്യാൻ, കാരണം അവർ പഠിച്ച സ്കില്ല് നേരെ ക്ലയൻറ്റിൻ്റെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എടുക്കണം. അവർക്ക് ക്ലയൻറ്റിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയില്ല, ക്ലയൻറ്റിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചു വരുന്നത് ജസ്റ്റ് ഫിലിം എഡിറ്റിംഗ് മാത്രമാണ്. ഞാൻ മിക്ക വീഡിയോ എഡിറ്റേഴ്സും കണ്ടിട്ടുണ്ട് 500, 600, 700 ചാർജ് ചെയ്യുന്ന വീഡിയോ എഡിറ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ചേഞ്ച് ദാറ്റ് വീഡിയോ എഡിറ്റർ മൈൻഡ് സെറ്റ്. ഒരു റീലിന് 1000 വെച്ച് ചാർജ് ചെയ്യുന്ന വീഡിയോ എഡിറ്റേഴ്സ് ലാക്കാണ്. കാരണം നമുക്കറിയാം ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ആ കോണ്ടന്റിന്റെ വാല്യൂ എത്രയാണ് ആ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ആ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നല്ല രീതിയിലേക്ക് എഡിറ്റ് ചെയ്യുന്ന ആളുകളോ? നോ, ലാക്ക് ഓഫ് ദ എഡിറ്റേഴ്സ്. നിങ്ങൾ ചെയ്യുന്ന മാതിരി 600, 500 എന്നുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഇപ്പോഴും എഡിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് മാറ്റേണ്ട സമയം. കാരണം AI ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇക്കാലത്ത് വീഡിയോ എഡിറ്റിംഗ് കുറച്ച് ഫാസ്റ്റ് ആക്കാൻ പറ്റും. ഇക്കാലത്ത് നിങ്ങൾ AI ഉപയോഗിച്ചില്ലെങ്കിൽ യു ആർ എ സ്റ്റുപ്പിഡ് എഡിറ്റർ. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 6 ഈസ് building a portfolio. And my work, this shows people what I can do. So guys, that's I would learn video editing step by step. Start simple, learn basics, practice daily, watch others and building a portfolio. If you follow this plan, a few months you will be editing like a pro. See you in the next one.